ആമേൻ. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 19-ാമത്തെ വാക്യം. വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുതപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? ആമേൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പകലിൽ ഈ വാക്യം ഇവിടെ വായിക്കുന്നതെന്ന്? ആമേൻ. പ്രൈസല്ലോ. ആമേൻ. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ആമേൻ. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? ആരോടോ പരിശുദ്ധാത്മാവ് പറയുന്നു. ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നോട് പ്രോമിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആമേൻ, ദൈവം അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ പറയാം. ആമേൻ. വർഷങ്ങൾ, ആമേൻ, അത് പ്രായം വിഷയമല്ല. ആമേൻ. വർഷങ്ങൾ അതിനകത്ത് വിഷയമല്ല. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് അവൻ അങ്ങനെ നിവർത്തിക്കുക തന്നെ ചെയ്യും. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞാൽ എൻ്റെ സാമ്പത്തിക നിലവാരത്തിനനുസരിച്ചായിരിക്കാം ഞാൻ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഞാനത് ചെയ്യുന്നത്. എന്നാൽ സ്വർഗം പറയുന്നു, സ്വർഗം ഒരു കാര്യം പറഞ്ഞാൽ അത് നിവർത്തിക്കാതിരിക്കത്തില്ല. ഞാൻ ഒന്നുകൂടെ പറയുന്നു, നിങ്ങൾ കേട്ട വാഗ്ദത്തങ്ങൾ നിങ്ങൾ മറന്നുപോയാലും സ്വർഗം അതിനെ മറന്നുകളയത്തില്ല. അതിൻ്റെ തെളിവാണ് ഈ ദിവസങ്ങളിൽ നീ അനുഭവിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവെന്നോട് ദൂത് പറയുകയാണ്. ഇനി നീ മറന്നുപോയാലും, നീ അത് മറന്നുപോയാലും, നിന്നോട് പറഞ്ഞ ദൈവം അത് മറക്കത്തില്ല. കരം ഉയർത്തി ഉറക്കെ ആമേൻ പറഞ്ഞാട്ട് ഈ പകലിൽ സ്വർഗം പറയുന്നു, അവന്റെ ദൂതന്മാർ ആ വിഷയത്തിൽ ഇറങ്ങി വരും. ഹല്ലേലൂയ. നിങ്ങൾ അടുത്തിരിക്കുന്ന ആളോട് പറയും, നിങ്ങൾ മറന്നുപോയാലും ദൈവം മറക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഞാനൊരു പ്രോമിസ് പറഞ്ഞാൽ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമേ ഞാൻ പറയത്തുള്ളൂ. എന്നോട് പറഞ്ഞെങ്കിൽ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, നിന്റെ ആത്മീക സ്ഥിതി അറിയാവുന്ന ദൈവം, നിന്റെ ആമേൻ പ്രൈസലോ, നിന്റെ പിന്മാറ്റം അറിയാവുന്ന ദൈവം, നിന്റെ മുന്നേറ്റം അറിയാവുന്ന ദൈവം, ആമേൻ നിന്നോട് പറയുക, കുഞ്ഞെ ഞാനത് ചെയ്യാം. ഈ പകലിൽ സ്വർഗം പറയുക, കുഞ്ഞെ നിന്നെ എനിക്ക് നന്നായിട്ടറിയാം. ഞാനാ പറയുന്നത്, അത് ഞാൻ നിവർത്തിക്കും. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവ് നന്ദി പറഞ്ഞാട്ടെ. ആമേൻ. ഈ സംഖ്യാപുസ്തകത്തിന് ആമേൻ ഒരു പ്രത്യേകത, ഇങ്ങനെ ഒരു പേര് വരാൻ കാര്യം, ആമേൻ, ഇസ്രയേൽ ജനം ഇസ്രയേലിൽ നിന്ന് പുറപ്പെട്ടതിന് 2 വർഷത്തിന് ശേഷം ഒരു വലിയ കണക്കെടുപ്പ് നടന്നു. എന്ത് കണക്കെടുപ്പാണ്? ആമേൻ, ജനസംഖ്യ കണക്കെടുപ്പ് നടന്നു. ആമേൻ. ഈ കണക്കെടുപ്പ് നടന്നതിൻ്റെ കാര്യം എന്താണ്? ആമേൻ പ്രൈസലോ, തങ്ങളുടെ കൂട്ടത്തിനകത്ത് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവർ, അല്ലെങ്കിൽ എത്രയധികം യുദ്ധവീരന്മാരുണ്ടെന്നുള്ള കണക്കെടുപ്പാണ് നടന്നത്. ആ കണക്കെടുപ്പിനകത്ത് ആമേൻ 6 ലക്ഷം പേര്, എത്ര പേരാണ്? 6 ലക്ഷം പേര് യുദ്ധം ചെയ്യാൻ ആമേൻ കഴിവുള്ള യുദ്ധവീരന്മാരുണ്ടായിരുന്നു. ആമേൻ. കരമുയർത്തി കർത്താവ് നന്ദി പറഞ്ഞാട്ടെ. അതിന് ആമേൻ 38 വർഷത്തിന് ശേഷം പിന്നെയും ഒരു കണക്കെടുപ്പ് നടന്നു. ആമേൻ. അന്നേരവും 6 ലക്ഷം പേരുണ്ടായിരുന്നു. ഇങ്ങനെ 2 കണക്കെടുപ്പുകൾ, ആമേൻ, ജനസംഖ്യ കണക്കെടുപ്പുകൾ ഈ പുസ്തകത്തിനകത്ത് കാണാം. അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകത്തിന് ആമേൻ സംഖ്യാപുസ്തകമെന്ന് പേര് വരാൻ കാരണം. ആമേൻ, എൻ്റെ സന്ദേശം അതല്ല. ആമേൻ, ഇവിടുത്തെ കണക്കെടുപ്പ് എന്താണ്? യുദ്ധം ചെയ്യാൻ കഴിവുള്ള യുദ്ധവീരന്മാരുടെ കണക്കെടുപ്പാ. ആമേൻ പ്രൈസലോ. മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം 2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കണക്കെടുക്കുകയാ. യുദ്ധം ചെയ്യാൻ, വാഗ്ദത്ത ഭൂമി പിടിച്ചടക്കാൻ ആമേൻ കഴിവുള്ളവർ എത്ര പേരുണ്ട്?
ആമീൻ ആമീൻ അങ്ങനെ കണക്കെടുത്തപ്പോ 6 ലക്ഷം പേരുണ്ട്. എന്നാൽ 38 വർഷത്തിന് ശേഷം ആമേൻ പ്രൈസ് ദി ലോർഡ് ആദ്യത്തെ ലിസ്റ്റിലുള്ള ആരും ആമേൻ രണ്ടാമത്തെ ലിസ്റ്റിലില്ല. അപ്പോഴും 6 ലക്ഷം പേരുണ്ട്. എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, യുദ്ധവീരന്മാർ, ആദ്യത്തെ കണക്കിൽപ്പെട്ട യുദ്ധവീരന്മാർ ആമീൻ മരുഭൂമിയിൽ പട്ടുപോയി. എന്നാൽ അടുത്തൊരു തലമുറയെ ദൈവം അഭിഷേകം ചെയ്തു. നിനക്ക് വേണമെങ്കിൽ പിറുപിറുക്കാം, നിനക്ക് ദൈവത്തോട് മത്സരിക്കാം, പക്ഷെ ദൈവത്തിന്റെ പദ്ധതി മാറിപ്പോകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിക്കുന്നക്ക് കരം കൊടുത്ത് പറ, നിനക്ക് വേണമെങ്കിൽ പിറുപിറുക്കാം, നിനക്ക് വേണമെങ്കിൽ ദൈവത്തോട് മത്സരിക്കാം. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. കരം ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവം തൻ്റെ കൃപയിൽ നമ്മളെ പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുക. ആമേൻ. ആ ബോധം ഈ സന്ദേശം കേൾക്കുമ്പോൾ അകത്ത് വരണം. ആമേൻ. കരം ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. അപ്പം ആമേൻ, ഒരു കണക്കെടുപ്പിനകത്ത് ഉണ്ടായിരുന്ന ആരും തന്നെ രണ്ടാമത്തെ കണക്കെടുപ്പിനകത്തില്ല. ഇവർ യുദ്ധവീരന്മാരല്ലേ, ഇവർ കഴിവുള്ളവരല്ലേ, പിന്നെ ഈ മരുഭൂമിയിൽ എങ്ങനെയാണ് പട്ടുപോയത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഇവരെങ്ങനെ പട്ടു? കഴിവുള്ളവരല്ലേ, സാമർഥ്യമുള്ളവരല്ലേ, എങ്ങനെ പട്ടു? എങ്ങനെയാണ് മരുഭൂമിയിൽ തകർന്നു പോയത്? വാഗ്ദത്ത ഭൂമിയിലേക്ക് പുറപ്പെട്ടതല്ലേ, ആമേൻ. ദൈവമല്ലേ കനാനിൽ നിന്ന് ഇറക്കിയ, ആമേൻ, കനാനിലേക്ക് ഇവരെ കൊണ്ടുപോയത്. മിസ്രൈമിൽ നിന്ന് ദൈവമല്ലേ ഇവരെ പുറപ്പെടുവിച്ചത്. എന്തുകൊണ്ടാണ് ഈ വാഗ്ദത്ത ഭൂമിയിൽ കാലുകുത്താതെ ഈ 6 ലക്ഷം പേര് മരുഭൂമിയിൽ പട്ടുപോയത്? ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കരമുയർത്തി ഒന്നൂടെ. ആമീൻ. ഇങ്ങനത്തെ ഈ കണക്കെടുപ്പുകൾ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. ദൈവം എപ്പോഴും ഇങ്ങനെ ചിലതിനെ വേർതിരിക്കാറുണ്ട്. ആമേൻ. ഒന്ന് പറഞ്ഞേ, ദൈവം വേർതിരിക്കാറുണ്ട്. ആമേൻ. പറഞ്ഞേ, ദൈവം വേർതിരിക്കാറുണ്ട്. ഒന്ന് പറഞ്ഞേ. ആമേൻ. ദൈവം എപ്പോഴും ദൈവത്തിൻ്റെ ആമീൻ ഒരു അല്ലെങ്കിൽ വേർതിരിക്കാറുണ്ട്. ദൈവത്തിന് ഒരു ശേഷിപ്പിന് എല്ലാ കാലത്തും ദൈവം ആമീൻ റിസർവ് ചെയ്ത് മാറ്റിവെക്കാറുണ്ട്. നിങ്ങൾ അതിന്റെ കൂട്ടത്തിലുള്ള ആളാന്ന് പറ. ഒന്ന് അവിടെ തിരിക്കാൻ തോളത്തൊന്ന് തട്ടി ഒന്ന് ബലപ്പെടുത്തിക്ക്. ദൈവം മാറ്റി നിർത്തിയിരിക്കുക. ഒരു ശത്രു തൊടാതിരിക്കാൻ, ആമീൻ തകർന്നു പോകാതിരിക്കാൻ ദൈവത്തിന്റെ ശേഷിപ്പായി ദൈവം നിന്നെ മാറ്റി നിർത്തിയിരിക്കുക. എല്ലാ കാലത്തും ദൈവം ഇങ്ങനെ തൻ്റെ ജനത്തെ മാർക്ക് ചെയ്യാറുണ്ട്. ആമേൻ. ദൈവം മാർക്ക് ചെയ്യും. നിന്റെ മേലെ മാർക്കിങ് വീണ് കഴിഞ്ഞാൽ നിനക്ക് പോണോന്ന് വിചാരിച്ചാലും, ആമേൻ, എനിക്ക് ഇത് വേണ്ടാന്ന് പറഞ്ഞാലും, ആമേൻ, നിനക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു മാർക്കിങ് ആമേൻ യോനയുടെ മേൽ വീണു. പ്രവാചകനെന്ന് മാർക്ക് ചെയ്തു ദൈവം അവന്റെ മേൽ കൃപയാൽ അവനെ വേർതിരിച്ചു. പക്ഷേ അവൻ പറഞ്ഞു, എനിക്കിത് പറ്റത്തില്ല. സ്വർഗം പറഞ്ഞു, എടാ വീണത് വീണതാ, ഇത് മാറുന്ന മാർക്കല്ലെന്ന്. എടാ, ഞാൻ അരുളി ചെയ്തു പോയി, ഇനി നിവർത്തിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ തിരഞ്ഞെടുത്തു പോയി, ഇനി നിന്നെ കൈവിടാൻ പറ്റത്തില്ല. ആമേൻ. തിരഞ്ഞെടുത്തു പോയെന്ന് അടുത്തിരിക്കുന്ന തട്ടിപ്പറ. നിന്നെ ഒരു പ്രവാചകയായി തിരഞ്ഞെടുത്തു പോയെന്ന് പറ. നിന്നെ ഒരു വർഷിപ്പ് ലീഡറായി തിരഞ്ഞെടുത്തു പോയെന്ന്. ആമേൻ. നിന്നെ ഒരു സുവിശേഷകനായി തിരഞ്ഞെടുത്തു പോയെന്ന്. ഹല്ലേലൂയ. ഇനി അതിന് തമ്പുരാന് മാറ്റാൻ പറ്റത്തില്ല. ഇനി നീ മാറണമെന്ന് വിചാരിച്ചാലും ഈ മാർക്കിങ് നിന്റെ മേലുള്ളിടത്തോളം കാലം ദൈവം എന്നെ മടക്കി കൊണ്ടുവരും. അതുകൊണ്ട്
അടുത്തിരിക്കുന്ന ആളെ പറ, നിങ്ങളുടെ മേൽ വീഴാൻ പോകുന്ന മാർക്ക്. ആമേൻ, ആമേൻ. ഈ വെളിപ്പാട് പുസ്തകത്തിലെ മാർക്കിങ് അല്ല, അതിന് മുമ്പ് ഒരു മാർക്ക് വീണു അല്ലേ? ഒരു അടയാളം നിന്റെ മേൽ വീണു. അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ അടയാളമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. ഇതുപോലെ പിശാചെല്ലാം മാർക്ക് ചെയ്യാറുണ്ട്. ആമീൻ. നമ്മൾ ഇറച്ചിക്കടയുടെ മുന്നിൽ ആമീൻ പ്രൈസ് ദി ലോർഡ് അവിടെ ആമീൻ പോത്തിനെയൊക്കെ ആമീൻ കെട്ടി നിർത്താറ്, എന്നിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ എന്തോ എഴുതി വെച്ചിരിക്കുന്ന കാണാറുണ്ട്. അത് ഡോക്ടർ സർട്ടിഫൈ ചെയ്താന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ മാർക്ക് ചെയ്യാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇവൻ ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളു ജീവിതം. എന്താ ആമീൻ മാർക്ക് ചെയ്ത് പോയി. ഇവൻ ഇനിയും എന്ത് ചെയ്യുക? ആമീൻ കുറച്ചു ദിവസം കൂടി ഉള്ളു അവൻ്റെ ജീവിതം. ആമീൻ പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ജീവിതം അല്ലെങ്കിൽ ആ ജന്തുവിൻ്റെ ജീവിതം അവിടെ അവസാനിക്കുക. എന്നാൽ സ്വർഗം പറയുന്നു, എടാ ആരൊക്കെ നിന്റെ മേലൊക്കെ ആ മാർക്കുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ രക്തം കൊണ്ട് ഞാൻ അതിനെ തുടച്ചു. ഓ ആമേൻ. മരണത്തിന്റെ മാർക്ക് നിന്റെ മേലും ഉണ്ടായിരുന്നു, പക്ഷെ എന്റെ തിരുരക്തം അതിനെ മായിച്ചു. ഇത് പറയുമ്പോ പിശാച് മാർക്ക് ചെയ്ത പലതും ഇന്ന് പകൽ യേശുവിന്റെ രക്തം അതിനെ തുടച്ചു കളയുക. പിശാച് മാർക്ക് ചെയ്ത ചില കുടുംബങ്ങൾ ഈ പകലിൽ സ്വർഗം മാർക്ക് ചെയ്യാൻ പോവുക. ഈ പട്ടണത്തിൽ പിശാച് മാർക്ക് ചെയ്ത കുടുംബങ്ങൾ ഇന്ന് പകൽ ദൈവത്താൽ തിരിയപ്പെടട്ടെ. ആമേൻ. ഞാൻ ശാന്തമായിട്ടിരുന്നാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി കത്താന്ന് പറഞ്ഞാട്ടെ. അപ്പം ദൈവം എപ്പോഴും ദൈവത്തിൻ്റെ ശേഷിപ്പുണ്ട്. ദൈവം മാർക്ക് ചെയ്ത് മാറ്റി നിർത്തും. അതുകൊണ്ട് യോനയെ ദൈവം തിരഞ്ഞെടുത്തു, പ്രവാചകനായി ദൈവം അപ്പോയിൻമെൻ്റ് ചെയ്തു. ആമേൻ. യോന പറഞ്ഞു, ഞാനവിടെ പോയി പ്രവചിക്കും. ആമേൻ, ഞാനവിടെ പോയി പ്രവചിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ മഹാദയുള്ള ദൈവമാണ്, നീ മനസ്സലിവുള്ള ദൈവമാണ്, നീ മഹാദയുള്ള ദൈവമാണ്. ഞാൻ പ്രവചിക്കും, എന്നിട്ട് മാറി നിൽക്കും. പക്ഷേ നീ മനസ്സലിവുള്ള ദൈവം ആയതുകൊണ്ട് ജനം കരയുമ്പോൾ ആമേൻ പ്രൈസ് ദി ലോർഡ് അവരുടെ മേലുള്ള മരണത്തിൻ്റെ മാർക്ക് നീ മായിച്ചു കളയും. ഹല്ലേലൂയ. അപ്പം എൻ്റെ പ്രവചനം നിവർത്തീകരിക്കപ്പെടത്തില്ല. ആമേൻ. നാട്ടുകാർ പറയും ഇവൻ കള്ളപ്രവാചകനാണെന്ന്. ഹല്ലേലൂയ. അതാണ് ഈ യോനയുടെ ഹൃദയത്തിലുണ്ടായ ആകപ്പാടത്തുള്ള കാര്യം. അത് പറയുകയും ചെയ്തു. ആമേൻ. സ്വർഗം പറഞ്ഞ ഇടം കൈയും വലം കൈ അറിയാത്തൊരു ജനം, അവന്റെ കണ്ണുനീര് കണ്ട എനിക്ക് പ്രവർത്തിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഞാൻ ആത്മാവ് വിളിച്ചു പറയാ, നിന്റെ ജീവിതത്തിൽ എത്ര കുറവ് വന്നാലും നിന്റെ കണ്ണിൽ നിന്നൊരു കണ്ണുനീര് വീണിട്ട് അപ്പാ എന്ന് പറഞ്ഞ അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. പിശാച് എത്ര നിന്നെ മാർക്ക് ചെയ്താലും, പിശാച് എത്ര നിന്നെ മാർക്ക് ചെയ്താലും അവൻ ഇറങ്ങി വന്നു നിന്നെ വിടിവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. ഇങ്ങനെ ആമേൻ ആമേൻ 2 കണക്കെടുപ്പ് നടന്നു. ഈ 2 കണക്കെടുപ്പിലും ആമേൻ യുദ്ധത്തിന് തയ്യാറുള്ള യുദ്ധവീരന്മാരുടെ കണക്കെടുപ്പ്. ആമേൻ ആമേൻ ആദ്യം എടുത്ത കണക്കെടുപ്പിലുള്ള ജനം എങ്ങനെയാണ് തകർന്നു പോയത്? ആമേൻ. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി ചോദിച്ച്, എങ്ങനെയാ തകർന്നത്? നിങ്ങളുടെ അതേ സ്വഭാവം എന്നൊന്ന് പറഞ്ഞ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ജനം പിറുപിറുക്കിയ. ദൈവം പറഞ്ഞട ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഇപ്പം ആമേൻ. ജനം എന്ത് ചെയ്യാ? പിറുപിറുക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഞാൻ ഇത്രയും പ്രാർത്ഥനയ്ക്ക് പോയിട്ട് എൻ്റെ ജീവിതത്തിൽ ഇതാണോ? നീ എത്ര പ്രാർത്ഥനയ്ക്ക് പോയി?
ഒരു 15 പ്രാർത്ഥനയ്ക്ക് കൃത്യമായി വന്നു കാണും. ബാക്കി ആശീർവാദം പറയുന്ന തൊട്ട് മുന്നേ വന്നത്. നിനക്ക് വേണ്ടി എന്ത് ചെയ്യാനാ? ചോദ്യം ചോദിക്കുമ്പോൾ ഒരു എന്തെങ്കിലും പറയാനെങ്കിലും ഒരു കാര്യം വേണ്ടേ? ഇല്ലേ? അല്ലേ? കേവലം ഒരു എന്തെങ്കിലും ഒന്നും പറയണ്ടേ? ഇന്ന ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തല്ലോ, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ പ്രവർത്തിച്ചല്ലോ. കർത്താവേ, ഇപ്പൊ കർത്താവ് ഇങ്ങനെ ലിസ്റ്റ് പറയും, ഇന്ന ഇന്ന കാര്യങ്ങൾ ഞാൻ നിനക്ക് ചെയ്തു. അപ്പം ദൈവം മഹാദയുള്ള ദൈവമാണ്. അടുത്തിരിക്കുന്ന ആളെ തട്ടിപ്പറ മഹാദയ. അതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചേ. അടുത്തിരിക്കുന്ന ആൾ അതെങ്ങനെ അറിയാം? നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു, അതാ അതിന്റെ തെളിവ്. അവൻ മഹാദയുള്ള ദൈവമാണ്. ഹല്ലേലൂയ, ആമേൻ. ഇത്രയും ഉടായിപ്പ്, ഇത്രയും പരിപാടിയുള്ള നിന്നെ ഇവിടെ ഇരുത്തിയിട്ടില്ലേ? അത് തന്നെ ദൈവം മഹാദയുള്ള ദൈവമാണ്. അവൻ മഹാകരുണയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. നിന്റെ കണ്ണൊന്ന് നനഞ്ഞ അപ്പന് സഹിക്കത്തില്ലെന്ന്. ആമേൻ. എന്നോട് എപ്പോഴും ഇടപെടുന്ന ഒരു കാര്യമുണ്ട്. എടാ, നീ കരയല്ലേ? എന്നോട് അതേ പറയാറുള്ളൂ മിക്കപ്പോഴും. കാര്യം മിക്കപ്പോഴും ഈ കരച്ചിലാണ്. എടാ, നീ കരയല്ലേ? പിന്നോട്ട് നോക്കിയാൽ കരയാനേ ഉള്ളൂ, ഇനി മുന്നോട്ട് നോക്കിയാലേ അതേ ഉള്ളൂ. നിഗളിക്കാനോ മസിൽ പിടിക്കാനോ ജീവിതത്തിൽ ഒന്നുമില്ല. ആമീൻ. ദൈവത്തിന്റെ കൃപയല്ലാതെ ഒന്നുമില്ല. അതുകൊണ്ട് അടുത്തിരിക്കുന്ന ആളോട് പറയും, കുറച്ച് മസിലൊക്കെ വിട്. എനിക്കറിയാം വലിയ വിടുതലുകൾ സ്വർഗം ചെയ്യുന്നുണ്ട്. ആമേൻ. എല്ലാ നിരാശയുടെ കെട്ടുകളെയും സ്വർഗം ഈ പകലിൽ പൊളിച്ചിടുക. സ്വർഗം അത് ചെയ്യും. എനിക്കറിയാം. നിന്റെ നിരാശകൾ നിന്റെ വാഗ്ദത്തത്തെ തടയും. ആമേൻ. നിരാശകളാണ്, നിന്റെ പെറുപെറുപ്പാണ്, ആമേൻ, നിന്റെ വാഗ്ദത്തങ്ങളെ ആമേൻ തടഞ്ഞു വെക്കുക. ആമേൻ. വേറെ ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഒരു മന്ത്രവാദിക്ക് ആമേൻ ചെയ്യാൻ കഴിയുന്നതിനപ്പുറത്ത് നിന്റെ പെറുപെറുപ്പിന് നിനക്കെതിരെ ചെയ്യാൻ കഴിയും. ആമേൻ. മന്ത്രവാദിയുടെ ആമേൻ ആമേൻ കെട്ടുകള് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ അത് പൊളിഞ്ഞു പോകും. ആമേൻ. ദുർഭൂതങ്ങൾ അഴിഞ്ഞു പോകും, മൂർത്തികൾ തകർന്നു പോകും. പക്ഷേ നിന്റെ പിറുപിറുപ്പ് കൊണ്ട് നീ കെട്ടിവെച്ചിരിക്കുന്ന മതിലിനെ പൊളിക്കാൻ ആമേൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ പകലിൽ നിന്റെ നാവ് മാനസാന്തരത്തിലേക്ക് വരണം, നിന്റെ ആദരം മാനസാന്തരത്തിലേക്ക് വരണം, നിന്റെ ഹൃദയം മാനസാന്തരത്തിലേക്ക് വരണം. എൻ്റെ ഹൃദയം, എൻ്റെ നാവ് മാനസാന്തരപ്പെടണം. ആമേൻ. ഈ ജനം വാഗ്ദത്തം പ്രാപിച്ച വാഗ്ദത്തം പ്രാപിച്ച ജനം, ദൈവം മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച ജനം ഈ മരുഭൂമിയിൽ തകർന്നുപോയി. 38 വർഷം കൊണ്ട് ഈ തലമുറ മുഴുവൻ തകർന്നു പോയി. ആമേൻ. അടുത്തൊരു തലമുറയെ ദൈവം തിരഞ്ഞെടുത്തു, അല്ലേ? അപ്പം ദൈവം അടുത്ത ചിലരെ അതുപോലെ തന്നെ സജീവമാക്കി പുറത്തു കൊണ്ടുവന്നു. അവൻ യുദ്ധവീരന്മാരായി പുറത്തു കൊണ്ടുവന്നെന്ന്. ആമേൻ. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ആമേൻ. ദൈവം അങ്ങനെ ആമേൻ അവരെ ആമേൻ സജ്ജമാക്കി. എങ്ങനെയാണ് ഇവർ ഈ മരുഭൂമിയിൽ ഇങ്ങനെ പട്ടുപോകാൻ കാര്യം? ദുർവർത്തമാനം കേട്ടു. ഒന്ന് പറഞ്ഞേ, ദുർവർത്തമാനം കേട്ടു. അതെന്തോ ഈ ദുർവർത്തമാനം? ചോദിച്ചാ അടുത്തിരിക്കുന്ന ആള് എന്തായാലും ചോദിച്ചേ. നിങ്ങൾ സ്ഥിരം കേൾക്കുന്ന അതേ സാധനമാണ് ദുർവർത്തമാനം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കാലേബിനെ അറിയാം. കാലേബ് ആമേൻ മോശ കനാൻ ദേശം ഉറ്റുനോക്കാൻ 12 പേരെ അയച്ചു. അതിൽ കാലേബ് ഉണ്ടായിരുന്നു. കാലേബ് പറയുന്നത് ആമേൻ ജനമെല്ലാം, ജനത്തിൻ്റെ ഈ നോക്കാൻ പോയവരെല്ലാവരും ജനത്തിൻ്റെ ഹൃദയത്തെ ഉരുക്കിക്കളഞ്ഞപ്പോൾ
നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ദുർവർത്തമാനം കേട്ട് ജനത്തിൻ്റെ ഹൃദയം അവര് ഉരുകിപ്പോയി, വിറച്ചുപോയി. എന്ത് കേട്ടട്ടാ എന്ന് പറഞ്ഞ അടുത്തിരിക്കുന്ന ആളെ ദുർവർത്തമാനം. ഇത് കേട്ടാ നിങ്ങൾ ഒരിക്കലും ആത്മാവിൽ കയറത്തില്ല. എങ്ങനെ ഇത് പറയുന്നത്? പറഞ്ഞ ഇങ്ങനെയാണ്, അവർ വന്ന് അവിടെ കണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്തുവാ കണ്ട കാര്യം പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവിടെ വലിയ എന്ത് ചെയ്യുന്നു, മുന്തിരി കൊലകളുണ്ട്. 2 പേർക്ക് ചുമക്കാൻ കഴിയാത്ത മുന്തിരിക്കുലകളുണ്ട്. അവിടെ മല്ലന്മാരുണ്ട്, അതികായകരായ മനുഷ്യരവിടുണ്ട്. അതൊന്നും കുഴപ്പമില്ല, ഇതൊന്നും പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അവിടെ കണ്ട കാര്യം തന്നെയാണ്. പക്ഷെ അതിനോട് കൂടെ കൂട്ടി ചിലത് പറയരുത്. അവരെ നമുക്കൊരിക്കലും പിടിച്ചടക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ചിലർ പറയും ഇങ്ങനൊരു സ്ഥിതിയാണെങ്കിൽ ഇതിനകത്ത് വിടുതൽ ഉണ്ടാകത്തേയില്ല. ഇതാണ് ദുർവർത്തമാനം. ഹല്ലേലൂയ. ചിലർ പറയും നീ എത്ര നാളായി പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്നിട്ട് നിന്റെ ജീവിതത്തിൽ വിടുതൽ ഉണ്ടായോ? ഇത് ദുർവർത്തമാനമാണ്. ഇതിന് ചെവി കൊടുക്കരുത്. ഹല്ലേലൂയ. നീ എത്ര കാലമായി കൈകൊട്ടാൻ പോകുന്നു? വിടുതൽ കണ്ടിട്ടുണ്ടോ? തിരുവചനം പറയുന്നു ഇത് ദുർവർത്തമാനമാണ്. ഇതിന് നീ ചെവി കൊടുക്കരുത്. നീ സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കപ്പെട്ടിട്ട് നിനക്ക് എന്തു കിട്ടി? തിരുവചനം പറയുന്നു ഇത് ദുർവർത്തമാനമാണ്. ഹല്ലേലൂയ. ഇങ്ങനെ ദുർവർത്തമാനം കേട്ടവർ ഇതിനകത്തുണ്ട്. എന്നോട് പരിശുദ്ധാത്മാവ് പറയാൻ പറയുന്നു, എടാ നിന്നോടൊരു ദൂത് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നിവർത്തിക്കുമെന്ന്. നിന്നോടൊരു ദൂത് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നിവർത്തിക്കുമെന്ന്. നിന്നോടൊരു ദൂത് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നിവർത്തിക്കുമെന്ന്. നിന്നോടൊരു ദൂത് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നിവർത്തിക്കും. സീതാരാം ദരാതി അതരം ജനകം വൈഡം ജനകം എല്ലാ പ്രതീക്ഷകൾക്ക് വിരോധമായി നീ കേൾക്കുന്ന സകല വർത്തമാനങ്ങളെ ഇല്ല നിനക്ക് ആ രാജ്യത്തെത്താൻ കഴിയത്തില്ല എന്ന് പറയുന്ന സകല ദുർവർത്തമാനങ്ങളെയും ഈ പകൽ ഞങ്ങൾ ആത്മാവിൽ ഉടച്ചു കളയുകയാണ്. ചില രാജ്യത്തിനെതിരെ ചില ദുർവർത്തമാനം നിന്റെ കുടുംബത്തിനകത്ത് കേട്ടിട്ടുണ്ട്. സ്വർഗം പറയുന്നു ആ ദുർവർത്തമാനങ്ങളെ ഞങ്ങൾ ആത്മാവിൽ ഉടച്ചു കളയുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിന് ചെവി കൊടുക്കരുത്. അടുത്തിരിക്കുന്ന ആളെ തട്ടിപ്പറ, ഇതിന് ചെവി കൊടുക്കരുത്. ആമേൻ. ഇതിന് ചെവി കൊടുക്കല്ലേ. ആമേൻ. ഇതിന് ചെവി കൊടുക്കല്ലേ. അയ്യോ അവളിങ്ങനെ അതൊന്നും ആമേൻ പ്രൈസ് അതൊന്നും വിഷയമല്ല. ആമേൻ. ചെവി കൊടുക്കരുത്. നിന്റെ വാഗ്ദത്തത്തെ ക്ഷീണിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിനും നീ ചെവി കൊടുക്കരുത്. ആമേൻ. നിന്റെ വാഗ്ദത്തത്തിൽ എത്താൻ കഴിയാതെ വണ്ണം നിന്നെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യത്തിനകത്തും നിന്റെ കണ്ണുടക്കരുത്. ഒന്നിനും നിന്നെ ചെവി കൊടുക്കരുത്. എത്ര നാളായടാ ഇതൊന്നും പണിത് തീർക്കല്ലോ. ആമേൻ. നിന്നെ കൊണ്ട് കഴിയത്തില്ലേ? ആമേൻ. നീ പ്രാർത്ഥിക്കാനും ആമേൻ ഇതൊക്കെ പോയിട്ട് ഇങ്ങനെയാ. അല്ലെ നീ പള്ളിയിൽ നിന്നായിരുന്ന പള്ളിക്കാരെങ്കിലും നിനക്കൊരു വീട് വെച്ച് തന്നേനെ എന്ന് പറഞ്ഞ ദുർവർത്തമാനങ്ങള് ഈ പകലി സ്വർഗം പൊളിച്ചു കളയുകയാണ്. ദുർവർത്തമാനങ്ങള് ഈ പകലി സ്വർഗം പൊളിക്കുകയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഇങ്ങനെ ആമേൻ. ബാക്കി 10 പേര് വന്ന് ആമേൻ പ്രൈസ് അവിടുത്തെ ഉള്ള കാര്യം പറഞ്ഞു. ആമേൻ. മല്ലന്മാരുണ്ട് അവിടെ. ആമേൻ. പാലും തേനും ഒഴുകുന്ന ദേശമാ, സത്യമാ. പക്ഷേ അതിനെ നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയുമോ? നമുക്ക് കഴിയത്തില്ല. നമ്മൾ അവരുടെ മുന്നിൽ വെട്ടിക്കിളികളെ പോലെയാണ്. നിനക്ക് കഴിയത്തില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന് പിശാച്
പറയുന്ന ദുർവർത്തമാനമാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന തടയുക, ദുർവർത്തമാനമാണ് പറ. എത്ര നാളായി ഒന്ന് ചോദിക്കട്ടെ, എത്ര നാളായടാ ഊതും കേട്ട് നടക്കുക? ഈവന്മാർക്കൊന്നും ഒരു പണിയില്ല, ചുമ്മാ പറയുന്ന ആള്. ഞങ്ങൾ പലപ്പോഴും ഇത് കേട്ട് പലപ്പോഴും പ്രാർത്ഥനാ മുറി വീണ് നെടുമ്പാട് വീണ് കരഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. നിനക്ക് ഇതിൻ്റെ വല്ല കാര്യമുണ്ടായിരുന്നോടി? ചില ചോദിക്കുന്ന ചോദ്യാ അല്ലേ? ഇല്ലേ? കേട്ടിട്ടില്ലേ? അങ്ങനെ കേട്ടിട്ടുള്ള കൈ നോക്കി കണ്ട് 100 വട്ടം കേട്ടിട്ടുണ്ട്. നിനക്ക് ഇതിന് വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇതൊക്കെ ദുർവർത്തമാനമാ. കാര്യമുണ്ട്, കാര്യം നീ കാണും. ഹല്ലേലൂയ. കാര്യമുണ്ടെന്ന് എന്നെ വിളിച്ചത് ആമേൻ സാധാരണ ഒരു വിളിയല്ലെന്ന്. ആമേൻ നീ നിന്റെ കുടുംബത്തിന് വേണ്ടി കാര്യം ചെയ്യാതിരിക്കാം, പക്ഷേ ആമേൻ പ്രൈസ് എന്റെ ദേശത്തിലെ ചിലതിനെ പുറത്തു കൊണ്ടുവരുവോ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കാലം ഉയർത്തി കർത്താവ് നന്ദി പറഞ്ഞാട്ടെ, ഇരുന്നാട്ടെ. ആമേൻ. യേശുവിന്റെ ചെവിയിൽ ഇത്ര ഒത്തിരി ദുർവർത്തമാനങ്ങൾ യേശു കേട്ടിട്ടുണ്ട്, ഇല്ലേ? ആമേൻ. ഇവൻ തച്ചന്റെ മകനാണ്, ഇവൻ വേശ്യാപുത്രനാണ് എന്ന് വേണ്ട എത്ര ദുർവർത്തമാനം അവന്റെ ചെവിക്ക് കേട്ടു. പക്ഷേ യേശു അതിനൊന്നും ചെവി കൊടുത്തില്ല. വചനത്തിൽ തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് വായിച്ചു. ആമേൻ. അവൻ ഇങ്ങനെ വായിച്ചു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആകയാ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഓ, എങ്ങനെ അതിനെ പൊളിച്ചു കളയേണ്ടത്? ഈ സാഹചര്യങ്ങൾ എതിരെ നിൽക്കുമ്പോൾ യേശു കേട്ട അത്തരം ദുർവർത്തമാനങ്ങൾ നാം ആരും കേട്ടിട്ടില്ല. പക്ഷെ യേശു അതിനെ പൊളിച്ചത് ഇങ്ങനെയാണ്. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പോ ദൈവം എന്നെ അഭിഷേകം ചെയ്യുക, അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ആമേൻ. 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 സാഹചര്യങ്ങൾ ആമേൻ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ബലം പ്രാപിച്ചു നിൽക്കും.